നടുക്കത്തോടെ അല്ലാതെ ഈ ദൃശ്യങ്ങൾ കണ്ടു തീർക്കാനാകില്ല. നിസ്സഹായനായ ഒരു യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് മുതൽ വളഞ്ഞിട്ടിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. VS സുജിത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു കൂട്ടം യുവാക്കളെ പോലീസ് അകാരണമായി അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തു എന്നതാണ് ഇയാൾ ചെയ്ത കുറ്റം. അതിന് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് അടിച്ച് കർണപ്പടം തകർത്തു. CCTVയുടെ കീഴെ വെച്ച് പച്ചയ്ക്ക് തല്ലാൻ ഏമാന്മാർക്ക് ഒരു പേടിയും ഉണ്ടായില്ല. പിന്നീട് മുകൾ നിലയിൽ കിടത്തി കാൽവെണ്ണയിൽ 15 മിനിറ്റ് ലാത്തിപ്രയോഗം നടത്തി. എന്നിട്ട് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പേരിൽ കള്ളക്കേസും എടുത്തു. കേസ് മജിസ്ട്രേറ്റ് വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ പൊളിഞ്ഞുപോയി. 2 വർഷമാണ് നീതിക്ക് വേണ്ടി ഈ യുവാവ് പോരാടിയത്. പരാതി വന്നപ്പോൾ കണ്ണിൽ പൊടിയിടാനായി സ്ഥലം മാറ്റ നടപടിയെടുത്ത ആഭ്യന്തര വകുപ്പ് ഈ അക്രമികളെ കാക്കിയിൽ തുടരാൻ അനുവദിച്ചിരിക്കുകയാണ്. ഈ നരാധമന്മാരെ ഇനിയും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ക്രിമിനലുകളുടെ കാക്കി ഊരി വാങ്ങാൻ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് ആർജവമുണ്ടോ? ഈ ചർച്ചയിൽ VS സുജിത്ത് മർദ്ദനമേറ്റയാൾ തന്നെ പങ്കെടുക്കും. ഒപ്പം ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് ബൽദേവ് ഇടത് സഹയാത്രികൻ, ശ്രീ സുഭാഷ് ബാബു മുൻ പോലീസ് സൂപ്രണ്ട് എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് ബൽദേവ്, ഇതാണ് നമ്പർ 1 കേരളത്തിലെ പോലീസിംഗ് രീതി. പോലീസിന്റെ മോശം പെരുമാറ്റം ചൂണ്ടിക്കാണിച്ച ഒരു ചെറുപ്പക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിഭീകരമായി മർദ്ദിച്ച്, സംഘം ചേർന്ന് അതിഭീകരമായി മർദ്ദിച്ച് അയാളിൽ ചെയ്യാത്ത ഒരു കുറ്റം കെട്ടിവെച്ച് കേസുമെടുത്ത് പീഡിപ്പിച്ചിരിക്കുകയാണ് കേരള പോലീസ്. എന്നിട്ട് ആ ഏമാന്മാർ ഇപ്പോഴും യോഗ്യരായി പോലീസ് സേനയിൽ തുടരുകയുമാണ്. ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? പോലീസിനെതിരെ നൽകുന്ന അധികാരത്തിൽ തന്നെ തുടങ്ങാം. KP ആക്ട് സെക്ഷൻ 29(2) അത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഫോഴ്സ് ഓർ ത്രെറ്റ്സ് ഓഫ് ഫോഴ്സ് ആർ ഓൺലി പെർമിസിബിൾ വെൻ നെസസറി ടു ക്യാരി ഔട്ട് എ ലാഫുൾ പർപ്പസ് ആൻഡ് നോട്ട് ഫോർ എനി അതർ റീസൺ. അതായത് പോലീസ് ബലം പ്രയോഗിക്കുകയോ എന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് നിയമപരമായ ഏതെങ്കിലും ഒരു കാര്യം ഇമ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ KP ആക്ടിലോ ഇന്ത്യയിലെ ഒരു നിയമത്തിലോ പോലീസിന് ആരെയും ഉപദ്രവിക്കാനുള്ള ഒരു അധികാരവും നൽകുന്നില്ല. അതിലുപരിയായിട്ട് സെക്ഷൻ 4 KP ആക്ടിൽ പറയുന്നത് ഹ്യൂമൻ റൈറ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് KP ആക്ടിൽ പറയുന്നത്. എല്ലാ നിയമവും അത് തന്നെയാണ്. പക്ഷേ ഇവിടെ പോലീസുകാർ പലപ്പോഴും ചെയ്യുന്നത് ഈ നിയമങ്ങളൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് നിരപരാധികളെ ഉപദ്രവിക്കുക. ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 11 വർഷം കഴിയുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് പരമാവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയൂന്നി മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ബ്യൂറോക്രസി എന്ന് പറയുമ്പോൾ പിയൂണ് മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ളവർ, നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ അറിയാം. ഞാനത് മറച്ചു വെക്കുന്നില്ല. കാരണം കേരളത്തിൽ IAS ഓഫീസർമാർ തമ്മിൽ ഒരു വഴക്ക് നടന്നു, IPS ഓഫീസർമാർ തമ്മിൽ വഴക്ക് നടക്കുന്നു. അങ്ങനെ ബ്യൂറോക്രസി അങ്ങേയറ്റമായിട്ട് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ യാതൊരു കാര്യവും കൂടാതെ നിരപരാധിയായ ഒരു പയ്യനെ കൊണ്ട് ഉപദ്രവിച്ചതിനൊന്നും ഞങ്ങളാരും അതിനെ ന്യായീകരിക്കൊന്നുമില്ല. അല്ല, ന്യായീകരിക്കാതിരിക്കുകയോ ഞങ്ങളുടെ വേദികളിൽ ഇത് 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. 2023 ഏപ്രിൽ മാസം ഉണ്ടായ കാര്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു, കേസുണ്ട്. ഇപ്പോഴും എന്തിനാണ് ഈ കുറ്റവാളികളായ പോലീസുകാരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് കേൾക്കുന്നില്ലേ? പൗരസ്വാതന്ത്ര്യം പ്രസംഗിക്കുന്നു, മനുഷ്യാവകാശം പ്രസംഗിക്കുന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ആ കോള് ഡ്രോപ്പായി തോന്നുന്നു, കട്ട് ചെയ്തിട്ട് അങ്ങയിലേക്ക് വരാം. ശ്രീമതി സോയ ജോസഫ്, ഇവിടെ ഇപ്പോ വളരെ ഞെട്ടിക്കുന്ന, ആരും കണ്ടാൽ കണ്ണ് പിൻവലിച്ചു പോകുന്ന ദൃശ്യമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്, കുന്നംകുളത്ത് നിന്ന്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരൊക്കെ, ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ സ്റ്റേഷനേ മാറിയിട്ടുള്ളൂ. SI ആയിരുന്ന നുഹ്മാൻ SI ആയി തന്നെ ഇപ്പോഴും തുടരുകയാണ്. കുന്നംകുളത്തിന് പകരം വിയ്യൂരിലാണ് എന്നുള്ളതേ ഉള്ളൂ. CPOമാർ അവർ 3 പേരും അതേപോലെ തുടരുന്നു. ഒരാൾ മറ്റൊരു ജോലി കിട്ടി പോയി എന്നുള്ളതൊഴിച്ചാൽ, റവന്യൂ വകുപ്പിലേക്ക് പോയി എന്നുള്ളതൊഴിച്ചാൽ, ഇത്രയും ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും ആർക്കും ഒരു ഇലയനക്കം പോലും ഉണ്ടായില്ല. സ്റ്റേഷനൊന്ന് മാറ്റിക്കിട്ടി എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ഈ സംഭവിക്കുന്നത്? അല്ല, ഇപ്പൊ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞു വെച്ചിടത്ത് തന്നെ തുടങ്ങാം. കാരണം ആദ്യം പറഞ്ഞൊരു വാക്ക് മനുഷ്യാവകാശങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റുകൾ, അല്ലെങ്കിൽ ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു പർപ്പസ് തന്നെ അവിടെ ഇല്ലാതായി എന്നുള്ള കാര്യം നമുക്കൊക്കെ വ്യക്തമായിട്ടുണ്ട്. കാരണം മനുഷ്യാവകാശം പോയിട്ടൊരു മനുഷ്യനെ, ഞാൻ യൂത്ത് കോൺഗ്രസ് ആണെന്നോ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നോ ഒരു ചെറുപ്പക്കാരനാണെന്നോ എന്നുള്ള എല്ലാ കാര്യങ്ങളും വിട്ടേക്കാം, ആത്യന്തികമായ ഒരു മനുഷ്യനെ
നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ കൈകാര്യം ചെയ്തു പോയതിൻ്റെ ഏറ്റവും മോശപ്പെട്ട നീചമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബ്യൂറോക്രസിയാണ് ഇതിനൊക്കെ കാരണം. ഞങ്ങൾ ബ്യൂറോക്രസിയുടെ മേൽ എല്ലാം കെട്ടിവെക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോൾ മുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. എന്ത് കൊള്ളരുതായ്മയെയും അതിന് കുടപിടിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്തിട്ട് അവസാനം ഇതൊക്കെ ബ്യൂറോക്രസിയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഈ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ യാതൊരു കെൽപ്പുമില്ലാത്ത, യാതൊരു കഴിവുമില്ലാത്ത ഒരു കഴിവുകെട്ട സംവിധാനമാണോ ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂടം എന്ന് പറഞ്ഞു വെക്കണ്ടേ? ഈ ബ്യൂറോക്രസിയൊക്കെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള, അതിൽ തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളുകൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത് വിടുന്ന, അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രത്തോളം പിടിപ്പുകേടുള്ളവരാണോ എന്നുകൂടി ഇവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാം ബ്യൂറോക്രസിയുടെ തലയിൽ ചാരി വെച്ച് അങ്ങനെ അങ്ങ് ഒഴുക്കൻ മട്ടിൽ പോകാമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇതിന്മേൽ വളരെ കൃത്യമായി ജുഡീഷ്യറിക്ക് പരാതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുകയും ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഉൾപ്പെടെ ഇതൊക്കെ പൊതുവിടത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇതാരും അറിയാതെ കുറെ പോലീസുകാരും ജുഡീഷ്യറിയും അതിന്റെ സംവിധാനങ്ങളും കൂടെ ചെയ്തു വെക്കുന്നതാണ് എന്ന്, ബ്യൂറോക്രസിയും ചെയ്തു വെക്കുന്നതാണെന്ന് പറഞ്ഞു വെക്കല്ലേ. ഇതൊക്കെ പൊതുവിടത്തിൽ പരാതികളായും പ്രശ്നങ്ങളായും സമരങ്ങളുമായും ഒക്കെ നിരന്തരം ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ, അഭിലാഷ് പറഞ്ഞതുപോലെ, പണിഷ്മെന്റ് ഇസ് നോട്ട്, അല്ലെങ്കിൽ പണിഷ്മെന്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് പണിഷ്മെന്റ് എന്നും കൂടെ പറഞ്ഞു വെക്കണം. ട്രാൻസ്ഫർ ഇസ് നോട്ട് കൺസിഡേർഡ് ടു ബി എ പണിഷ്മെന്റ്. ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് പണിഷ്മെന്റിന്റെ ഭാഗമല്ല. ഒരു സേനയിലും ഒരാളെ മറ്റൊരിടത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് പണിഷ്മെന്റിന്റെ ഭാഗമല്ല. പണിഷ്മെന്റ് എന്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ ടൗണിന്റെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ സൗകര്യമുള്ള, കുന്നംകുളത്തേക്കാൾ സൗകര്യമുള്ള, കുറച്ചുകൂടെ ടൗണിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വിയ്യൂർ ഉൾപ്പെടെ, ടൗൺ ഈസ്റ്റും വെസ്റ്റും ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലേക്കാണ് ഇവരെയൊക്കെ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ കുറെ കൂടെ സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി ഇതൊക്കെ നിങ്ങൾ ഇനിയും തുടർന്നു കൊള്ളുക എന്നുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ധാർഷ്ട്യം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും തുടരാൻ ഒരു തരത്തിലും അനുവദിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കാക്കി യൂണിഫോം ഊരി വാങ്ങാനുള്ള സംവിധാനവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ശരി, ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് എത്രമാത്രം ഭീകരമായിരുന്നു പോലീസ് സ്റ്റേഷൻ അകത്ത് നടന്ന ആ മർദ്ദനം എന്നുള്ളത് നമുക്ക് വെളിവാകുന്നത്. ഒരു പൊതുപ്രവർത്തകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു, അതിഭീകരമായി അയാളെ 3-4 പേര് ചേർന്ന് ആക്രമിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. ഈ വിഷയം ആദ്യമായിട്ട് ഉയർന്നു വരുന്നതല്ല. 2 വർഷം മുമ്പ് ഈ വിഷയം ഉയർന്നു വന്നു, പരാതി വന്നു. ആ സമയത്ത് ACP അന്വേഷിച്ചു. ആ ACP അന്വേഷിച്ചിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഇന്ന് പോലീസ് വിശദീകരിച്ചത്. ആ നടപടി എന്ന് പറയുന്നത് ട്രാൻസ്ഫറും 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യലും ആയിരുന്നു. നേരത്തെ ഇവിടെ ശ്രീമതി സോയ പറഞ്ഞതുപോലെ കുന്നംകുളത്ത് നിന്ന് ഈസ്റ്റ് വെസ്റ്റ് തൃശ്ശൂർ നഗരത്തിലെ സ്റ്റേഷനിലേക്കും മണ്ണുത്തിയിലേക്കും വിയ്യൂരിലേക്കും സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ നഗരഹൃദയത്തിലേക്ക് സ്ഥലം മാറ്റുക എന്നുള്ളതാണ്. അതൊരു ശിക്ഷാ നടപടിയാണോ? ഒന്നാമത്തെ പ്രശ്നം. ഇത്രയും ഗൗരവമായ കുറ്റകൃത്യം അന്വേഷിച്ച ACPയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തപ്പെട്ടിരിക്കെ ഇതാണോ സ്വീകരിക്കേണ്ട അച്ചടക്ക നടപടി? തീർച്ചയായിട്ടും അല്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്രീ ബൽദേവ് പറഞ്ഞിരുന്നു. അതേമാതിരി പോലീസ് ആക്ടിൽ അവരുടെ സ്വഭാവം സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് യാതൊരു രീതിയിലും ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഫോഴ്സ് ഉപയോഗിച്ച് അത് പ്രാഥമികമായിട്ട് തന്നെ നമ്മൾ തെറ്റായിട്ട് കണക്കാക്കുക. അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വ്യക്തിയുടെ പേരിൽ ഇല്ലാത്ത ഒരു കേസ് ഉണ്ടാക്കി, ഒരു കളവായിട്ടുള്ള കേസ് ഉണ്ടാക്കുക, ഈ 2 കാര്യം ചെയ്യുമ്പോൾ തന്നെ പോലീസ് ആക്ടിലെ 116 എന്ന വകുപ്പും അതുപോലെ തന്നെ കള്ളരേഖ ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്ന BNSലെ 366 എന്ന് പറയുന്ന വകുപ്പിനും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെ കോഗ്നൈസബിൾ ഒഫൻസാണ്. അത് ഗൗരവതരമായ കുറ്റം തന്നെയാണ്. അപ്പോൾ ഇവരുടെ പേരിൽ ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഒരു ഇൻക്രിമെൻ്റ് ബാറോ കൊടുക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒമിഷൻസിനാണ്. അല്ലാണ്ട് ഈ ഓവർ ആക്ഷനോ അതേമാതിരിയുള്ള ഈ ബ്രൂട്ടാലിറ്റിക്കൊന്നും ഈ ഒരു ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 3 കൊല്ലത്തേക്ക് ഇതൊന്നും ശരിക്ക് അത് നല്ല പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാഘവമായ ചെറിയ കുറ്റങ്ങൾക്ക്
ബോധപൂർവമായിട്ട് ചെയ്തത് നെഗ്ലിജൻസ് എന്ന് പറയുന്നതിനാണ് ചെയ്തത്. ഇതല്ല, ഇത് കരുതിക്കൂട്ടിയൊരു കുറ്റകൃത്യം ചെയ്യുകയാണ്. ഒരാളെ അനാർഥ്യമായി പിടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിയമരഹിതമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. നമ്മുടെ പോലീസ് ആക്ടിൽ 32 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പിൽ പറയുന്നത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരാളിൻ്റെ ആ വ്യക്തിയുടെ ഏതെങ്കിലും രീതിയിലുള്ള മർദ്ദനമോ മറ്റു രീതിയിൽ ഏതെങ്കിലും പൗരാവകാശ ലംഘനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്തസ്സിന് ഹാനികരമാകുന്ന ഏതെങ്കിലും പ്രവൃത്തിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തു കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാഭാവികമായിട്ട് ഈ അദ്ദേഹത്തിൽ താല്പര്യമുള്ളൊരു വ്യക്തിക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി എന്താണ് എന്നുള്ളത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നിയമം പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സുജിത്തിനെ സംബന്ധിച്ചോ അദ്ദേഹം എന്തുകൊണ്ട് ഇതേമാതിരി അനാവശ്യമായിട്ട് ഈ വ്യക്തികളെ ചീത്ത പറഞ്ഞു എന്ന് പറയുന്ന ഒരു ചോദ്യം, കാരണം അത് അന്തസ്സിൻ്റെ അവരുടെ കീർത്തിക്ക് ദോഷം വരുന്നൊരു കാര്യമാണ്. അത് എന്തിനെന്ന് ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ല. പോലീസാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനം. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പ്രകോപിതരായി. കാരണം എന്നെ ചോദ്യം ചെയ്യാൻ നീരാണെന്നുള്ള രീതിയിലാണ് അനാവശ്യമായിട്ട് ഇടിക്കുന്നതിനിടെ നീ ആരാടാ എന്ന് ചോദിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാം. ഞങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നീ ആര് എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ പ്രശ്നം. അതിന്റെ ആ ദേഷ്യം അങ്ങ് തീർത്തതാണ് അയാളുടെ ദേഹത്ത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ചോദ്യം ചെയ്യുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ന്യായമായ മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് ഉണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊണ്ടു കൊടുക്കാൻ 24 മണിക്കൂർ സ്വതന്ത്രമായിട്ട് അവിടെ ചെല്ലാം. SHOയെ കാണാം. അതുപോലെ തന്നെ അതിന് റെസിപ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തോ ഇല്ലാതിരിക്കുവാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആവർത്തിച്ച് ഈ പരാതിക്കാരന് പോലീസിനോട് എൻ്റെ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് എന്ന് 2011 പോലീസ് ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പോലീസിൻ്റെ ഇതേമാതിരിയുള്ള അനാവശ്യമായ ബ്രൂട്ടാലിറ്റിയും അതുപോലെ തന്നെ നിയമരഹിതമായ പ്രവർത്തികളും ദുഷ്ചെയ്തികളും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ വകുപ്പുകൾ ഈ പുതിയ പോലീസ് ആക്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതറിയാത്തതുകൊണ്ടല്ല, അപ്പോൾ ബോധപൂർവം ചെയ്തു എന്നുള്ള രീതിയിൽ ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് പണ്ടേ എടുക്കേണ്ടതായിരുന്നു. അല്ലാണ്ട് ഇൻക്രിമെൻ്റ് മാറെന്നൊക്കെ പറയുന്നത് വലിയൊരു ശിക്ഷയൊന്നുമല്ല. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റേ അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ശിക്ഷാവിധിയായിട്ട് കൂടാൻ പാടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയാം, ഈ പോലീസ് സ്റ്റേഷനിലൊരു മർദ്ദനം നടക്കുകയാണെങ്കിൽ, അതായത് കറപ്ഷനോ അല്ലെ മർദ്ദനമോ ഏതെങ്കിലും നടക്കുകയാണെങ്കിൽ, ആരെങ്കിലും പോലീസ് ഉദ്യോഗം ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റുദ്യോഗസ്ഥന്മാർ, ഈ മർദ്ദനത്തിനോ മറ്റ് കേസുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റുദ്യോഗസ്ഥന്മാർ ആ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഹാജരുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മുകളിലെ സബ് ഡിവിഷണൽ ഓഫീസർ, അതായത് DYSPയോ അതല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. പക്ഷെ അങ്ങനെ അവർ അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. അറിയിച്ചില്ലെങ്കിൽ അവർക്ക് അച്ചടക്ക നടപടി എടുക്കാം, പക്ഷേ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു മർദ്ദനം നടക്കുമ്പോൾ അവിടുത്തെ ഹാജരുണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരെങ്കിലും അറിയിക്കേണ്ടതായിരുന്നു. അപ്പോൾ അറിയിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നടപടി എടുക്കാതിരുന്നതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥയാണ്. അവർ ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഒരു അതിക്രമത്തിന് മറച്ചു വെക്കലും അത് തെളിവ് നശിപ്പിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഈ CCTV ദൃശ്യങ്ങൾ കൊടുക്കാതിരുന്നത് CCTVയുടെ എക്സ്പയറി, അതിൻ്റെ റീടെൻഷൻ എക്സ്പയറി വരുതെ കാത്തിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുത്താൽ അറിയാം കുടുങ്ങിപ്പോകുന്നു. പക്ഷെ അതുകൊണ്ട് ഇനിയിപ്പം തെളിവിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇത് ഒരു സർട്ടിഫിക്കേഷനുള്ള ഒരു അപാകത സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവർ സൃഷ്ടിക്കുന്നത്. അപ്പോൾ തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്നത് ഉൾപ്പെടെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോപിക്കപ്പെടാൻ അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ ബൽദേവ്, എൻ്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഒരു കുറ്റകൃത്യമാണ് നടന്നത് എന്ന്. ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനപ്പുറത്തൊരു കുറ്റകൃത്യമാണ് നടന്നത്. അതൊരു വീഴ്ചയല്ല, കുറ്റകൃത്യമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ CCTV ദൃശ്യങ്ങൾ മുൻപ് തന്നെ അവിടെ അന്വേഷണ സംഘം പരിശോധിച്ചതായിരിക്കുമല്ലോ, എത്ര ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതായിരിക്കുമല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം പോലും യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വരാത്തത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി ഭരിക്കുന്ന കേരളത്തിൽ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഞാൻ തുടക്കത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം ഞാൻ അതിലേക്ക് വരാം. അതിൽ വരുന്നതിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോൺഗ്രസ് വക്താവ് ഇതിനെ വളരെയധികം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കണ്ടത്. ഈ സംഭവത്തെ, ഞാൻ പോലീസിലെ നടപടിയല്ല പറയുന്നത്, ആ സംഭവത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കണ്ടു. ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുകയോ ഇടതുപക്ഷം ഭരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അഭിലാഷ്, ഇപ്പോൾ ഹൈക്കോടതി നിന്ന് വിധി എന്താ, 2005 നടന്ന ഉദയകുമാർ കൊലക്കേസ്,
അത് ഞാൻ അതിനെ രാഷ്ട്രീയമായിട്ടൊന്നും കാണുന്നില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഉദയകുമാറിനെ പോലീസ് സ്റ്റേഷൻ വെച്ച് ഉരുട്ടിക്കൊന്നു. കേസ് CBI അന്വേഷിച്ചു. 2018 CBI റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ആ കേസിലെ പ്രതികളെ ഹൈക്കോടതി CBIക്ക് പിഴവ് പറ്റിയെന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഒരു കഴിവേടായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പോലീസുകാരൊരു നിരവധി സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോകുന്നു, 4000 രൂപ എടുക്കുന്നു, അയാളെ ഉരുട്ടിക്കൊല്ലുന്നു. ഇതായിരുന്നു അന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ നടന്നത്. അത് ഉമ്മൻചാണ്ടി നേരിട്ട് ഉരുട്ടിക്കൊന്നയാണെന്നോ അല്ലെ ആന്റണി ആണെന്നോ കോൺഗ്രസ് നേതാക്കന്മാരാണെന്നോ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ CPMന്റെ ഭാഗത്തുനിന്നോ നേതാക്കന്മാരൊന്നും ഇടപെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം അഭിലാഷ് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്, എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല? ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന എനിക്കറിയാം, അതൊന്നും ഒരു പണിഷ്മെന്റ് ഒന്നുമല്ല, താൽക്കാലികമായ ഒരു പൊടിയിടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻക്രിമെന്റ് മാറി ഇതൊന്നും അവർ പോലീസുകാരെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ളതല്ല. അവരുടെ യൂണിഫോം അഴിച്ചു വെപ്പിക്കണം. യൂണിഫോം അഴിച്ചു വെക്കാൻ മാത്രം പോരാ, ഈ ക്രിമിനൽ ഒഫൻസ് ചെയ്തതിന് അവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് ശക്തമായ നടപടിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റിയ യുവാവിന് നഷ്ടപരിഹാരം ഇവരുടെ കയ്യിൽ കൊടുക്കണം. അതിനൊക്കെ ഇവിടെ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ആ രീതിയിൽ തന്നെ ശക്തമായിട്ട് തന്നെ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് പോകണം. അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ കേസെടുക്കുന്നതിനോ ഒക്കെ യാതൊരു വിധമായ നിയമ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് നമ്മുടെ CRPC അനുസരിച്ച് അതിന് ഗവൺമെന്റ് സാങ്ഷൻ വേണം. ആ സാങ്ഷൻ ഗവൺമെന്റ് കൊടുക്കും. അത് രീതിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ VS സുജിത്ത് തന്നെ ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുജിത്ത് കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യമായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളുടെ CCTV ദൃശ്യങ്ങൾ നടുക്കത്തോടുകൂടിയാണ് കേരളം ഇന്ന് കാണുന്നത്. ആ മർദ്ദനത്തിന് ശേഷം 4 പേർ താങ്കളെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. അതിനുശേഷം അവിടെ നടന്നത് എന്താണ്? മർദ്ദിക്കുന്നതിന് ശേഷം അവിടെ അവര് മുകളിലേക്ക് കൊണ്ടുപോകണുണ്ടായത്. അത് CCTV ഇല്ലാത്തൊരു പോർഷൻ ഉണ്ട് സ്റ്റേഷൻ്റെ മേലെ. അവിടെ പോയിട്ടാണ് എന്നെ ഇതിലും ക്രൂരമായിട്ട് മർദ്ദിക്കുക ഉണ്ടായിട്ടുള്ളത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ഒരു സന്ദീപ് സാറ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലാത്തി കൊണ്ട് കാലിൻ്റെ അടിയിലേക്ക് തുടർച്ചയായിട്ട് അടിക്കുകയും കാര്യങ്ങളൊക്കെ ഒരു 15 പ്രാവശ്യം അടിക്കുക. പിന്നെ എണീറ്റ് നിന്ന് ചാടാൻ പറയുക, വീണ്ടും അത് തുടരുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം 45 അടിയോളം അടിച്ചിട്ടുണ്ട് കാലിൻ്റെ അടിയിലേക്ക്. അത് കൂടാണ്ട് എല്ലാവരും ഒരു കൂട്ടമായിട്ടുള്ളൊരു അടി എന്ന് പറയാം. കുനിച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് നേരെ പുറത്തേക്ക് ഇടിക്കുമ്പോൾ ഓപ്പോസിറ്റ് മുട്ടുകൊണ്ട് നെഞ്ചത്തിലേക്ക് പ്രഷർ ചെയ്യണ ഒരു അങ്ങനത്തെ ഒരു മർദ്ദനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട 4 പേര് തന്നെയാണോ? അവർ തന്നെയാണോ അടിച്ചത്? 4 പേരും. പിന്നെ ഡ്രൈവറായിരുന്നൊരു ഷുഹൈർ ആളും കൂടിയിട്ടുണ്ടായിരുന്നു. അതിൽ SI നുമാൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ? മർദ്ദിക്കാനും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നുഹ്മാൻ, സന്ദീപ്, ശശിധരൻ, സജീവൻ, ഷുഹൈർ 5 പേര്. അതിനുശേഷം ഒരു 15 മിനിറ്റോളം നീണ്ടു എന്നാണ് വിശദീകരിച്ചത്. കാൽ വെണ്ണയിൽ ലാത്തി വെച്ച് അടിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അവശനായിട്ടുണ്ടാവും സുജിത്ത്. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. അന്ന് തന്നെ മോചിപ്പിച്ചിരുന്നോ? അവശനാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അതായത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ അടി അടിക്കണത് ചെവിക്കുക. ചെവി അടിയിലാണ് ചെവിയുടെ ഡ്രമ്മ് പൊട്ടുന്നത്. അടിയിൽ തന്നെ ശരിക്കും ബോധം പോയി എന്ന് പറഞ്ഞ പോലെ നല്ല പ്രഷറായിരുന്നു അടിയിൽ. ശരിക്കും ഞാൻ ഇരുന്നു, ഒരു സൗന്ദര്യം തെറ്റിയ പോലെ ഇരുന്നു. പക്ഷെ അപ്പോഴും അവര് പിന്നെയും നമുക്കൊരു പറയാനൊരു അവസരം, നമ്മൾ കേൾക്കാനോ ഒരു തയ്യാറായിരുന്നില്ല. നമ്മൾ അടിച്ചൊതുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ നേരത്തെ കണ്ടിട്ടുള്ളതാണോ? പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പരിചയമുള്ള പോലീസുകാരാണോ ഇവർ? പരിചയം എന്ന് പറയില്ല, പക്ഷെ ഒരാളെന്നെ അറിയായിരുന്നു. സന്ദീപ് എന്ന് പറഞ്ഞൊരു സാറിന് അറിയായിരുന്നു. ചെറിയൊരു പരിചയം ഉണ്ട്, പക്ഷെ അത്ര വലിയ കാര്യമില്ല, എന്നാലും അറിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ താങ്കൾ മദ്യപിച്ച് പോലീസുകാരെ അവരുടെ കൃത്യനിർവഹണം ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയെന്ന വകുപ്പിട്ടിട്ടാണല്ലോ താങ്കൾക്കെതിരെ കേസെടുത്തത്. മജിസ്ട്രേറ്റിന് മുൻപാകെ ചെന്നു. അപ്പോൾ വൈദ്യപരിശോധന നിർദ്ദേശിച്ചപ്പോൾ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ തുടർന്നുള്ള നിയമ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? താങ്കൾ പോലീസിനകത്ത് തന്നെ പരാതിപ്പെട്ടോ? അപ്പോഴുള്ള സമീപനം എന്തായിരുന്നു? നമ്മൾ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനായിട്ട്. പിന്നെ അതായത് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തത് മറ്റേ
കോടതിയിൽ നിന്ന് നിർദ്ദേശം പ്രകാരം അങ്ങനെ കേസെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നടന്നു. പിന്നെ വിവരാവകാശ കമ്മീഷനിൽ നമ്മൾ CCTV കിട്ടാൻ വേണ്ടിയിട്ട് പലതവണ ട്രൈ ചെയ്തു. അപ്പോൾ വിവരാവകാശത്തിൻ്റെയൊക്കെ മറുപടി അന്നത്തെ CA ആയിരുന്ന ഷാജഹാൻ സാറിൻ്റെ ഷാജഹാൻ സാർ ആളാണ് തുടരെ അത് തരാൻ സാധ്യമാവില്ല. ആ സമയത്ത് വേറൊരു കേസ് ഉണ്ടായത് കാരണം അത് തരാൻ സാധ്യമല്ല. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആളുടെ മറുപടി അതായിരുന്നു. പക്ഷേ വിവരാവകാശ കമ്മീഷൻ അത് കൊടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് ബാക്കിയുള്ള അവർ പറയുന്ന സുജിത്ത് പറയുന്ന കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഓർഡറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പലതവണ നമുക്ക് കിട്ടാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടായി. ഇപ്പോഴാണ് അത് ആയത്. ഇപ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലായത്. ഈ പോലീസ് വിശദീകരിക്കുന്ന ഒരു കാര്യം, ACP തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷിച്ചിരുന്നു, ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതനുസരിച്ചിട്ട് ട്രാൻസ്ഫർ എടുക്കുകയാണ് ചെയ്തത് അന്ന് എന്നുള്ളതാണ്. ഉടനെ തന്നെ, അതായത് ഈ സംഭവം നടന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റപ്പെട്ടിരുന്നോ? അടുത്ത 2 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് 1-2 മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് സ്ഥലം മാറ്റം ഉണ്ടായിട്ടുള്ള തോന്നുന്നുണ്ട്. സ്ഥലം മാറ്റായിരുന്നില്ല, സസ്പെൻഡ് ചെയ്യുക അവരുടെ പരമാവധി. അല്ല, ഉന്നത ഉദ്യോഗസ്ഥരോട് ആരോടെങ്കിലും പരാതിപ്പെടുകയോ ഈ പരാതി ഫോളോ അപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടിയും സമീപനവും എന്തായിരുന്നു? മറുപടി ഒന്നും വ്യക്തമായിട്ടില്ല ഇപ്പോഴും. അത് ഇപ്പം അടുത്താണ് എന്നിട്ട് സ്ഥലം എന്താ പറയുക ഇൻക്രിമെൻ്റ് കട്ടാക്കി അങ്ങനെ മറ്റോ അറിയാൻ സാധിച്ചത്. ഇന്നാണ് അറിയാൻ സാധിച്ചത്. അത് നമ്മളെ അങ്ങനെ ബോധിപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആയിട്ടുള്ളതൊന്നും. ഈ 2023 ഏപ്രിൽ മാസം 5-ാം തീയതി രാത്രിയിലാണല്ലോ ഈ സംഭവം ഉണ്ടായത്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ പറ്റുമോ? അതെ അതെ സംഭവിച്ചതെന്ന് വെച്ചാൽ നാട്ടിലൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ക്ലബ്ബ്. അപ്പോൾ ക്ലബിൻ്റെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 11 മണി 11:30 ശേഷമൊക്കെ ആയിട്ട്. അപ്പോൾ അതുവഴി പോലീസ് പോകുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കണമെന്ന് വെച്ചിട്ട് കുട്ടികളുടെ അടുത്ത് ഭീഷണി എന്താ പറയുക അസഭ്യം പറഞ്ഞിട്ട് പോകാൻ പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവനായിട്ട് നല്ല രീതിയിൽ പ്രഷറായിരുന്നു. അപ്പോൾ കൂട്ടുകാരെന്നെ വിളിച്ച വഴിക്ക് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ എൻ്റെ വീട്. ശബ്ദം കേട്ടിട്ട് ഞാനും പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ എസ് ഐ നുഹ്മാൻ സാറായിരുന്നു. ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താ അവർ ചെയ്തിട്ടുള്ളത്, എന്താ വെച്ചപ്പോൾ നീ ആരാ ചോദിക്കാമെന്ന് ചോദിച്ചു. ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡൻ്റാണ്, കൂടാതെ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എൻ്റെ അധികാരമൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, നീ കൂടുതൽ രാഷ്ട്രീയം ഒന്നും കേൾക്കണ്ട, സ്റ്റേഷനിലേക്ക് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചിട്ട് ജീപ്പിലേക്ക് കയറ്റാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ഇത് വലുതാക്കാൻ അങ്ങനെ എത്ര പ്രശ്നമാകേണ്ട കാര്യമില്ല സാർ, ഇത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും നമ്മൾ പറയണതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഒരു ഭയങ്കര എതിർപ്പ് പോലെയായിരുന്നു നമുക്ക് തോന്നിയത്. അല്ല, ഈ പോലീസ് വന്ന സമയത്ത് സുജിത്ത് വീട്ടിലായിരുന്നു അല്ലേ? അവിടെ ഈ കുട്ടികളുമായി പോലീസ് വാക്കേറ്റം ഉണ്ടാക്കുന്നതും മറ്റുമൊക്കെ കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതെ 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 അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ വരുമ്പോൾ സുജിത്ത് അവിടേക്ക് വരുമ്പോൾ അപ്പോഴും ഈ യുവാക്കളെ പോലീസ് അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? അതെ 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 അതായിരുന്നു. രാത്രി എന്തിനാണ് അവിടെ നിന്നത് എന്നുള്ളതായിരുന്നോ പോലീസിന്റെ പ്രശ്നം? അതോ രാത്രി എന്താ അവിടെ ചുറ്റുപറ്റിയിരിക്കണോ? ഞങ്ങളുടെ ക്ലബ്ബാണ് തൊട്ട് അടുത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാറുണ്ട് സ്വാഭാവികമായിട്ട്. നമ്മുടെ നാട്ടിലല്ലാണ്ട് എവിടെ പോയിരിക്കുക, വേറെ എവിടെ പോയിരിക്കുക. നമ്മുടെ നാടാണ്, വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ നിന്നും എല്ലാ ആരെങ്കിലും വിളിച്ചിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് വിഷയമില്ലാത്തൊരു നാടാണ്. ആർക്കും അങ്ങനെ പരാതികളും ഇല്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വാഹനത്തിൽ വെച്ചിട്ട് മർദ്ദനം ഉണ്ടായിരുന്നോ? വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ കൈ പിന്നിലേക്ക് വെച്ചിട്ട് അങ്ങനെ പ്രഷർ ചെയ്തിട്ടാണ് വണ്ടിയിലേക്ക് തള്ളി കയറ്റിയിട്ടത്. അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടും തൊട്ട് മുന്നേ ഈ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് വന്നിട്ട് ബാക്ക് ഡോർ തുറന്നിട്ട് എന്നെ അടിച്ചു. ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കായിരുന്നു. അപ്പോൾ ലെഫ്റ്റിലേക്ക് ഒന്ന് അടിച്ചു, തലയ്ക്കൊന്ന് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നീ കയറ് എന്നിട്ട് ശരിയാക്കി കയറി കൊണ്ടാണ് മുമ്പ് എന്നെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സ്റ്റേഷനിലേക്ക് കയറുന്നത്. സ്റ്റേഷൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ പൊന്നേറോ ജംഗ്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് അവിടെ ഇതിൽ വണ്ടി നിർത്തി എന്നെ തല്ലാൻ വേണ്ടിയിട്ട്.
ആളാണ് ശരിക്കും ബുദ്ധിപൂർവ്വമായിട്ട് നീങ്ങിയിട്ടുള്ളത്. കാരണം CCTV ഉൾപ്പെടണ്ടെന്ന് വെച്ചിട്ട് ആൾ പുറത്തേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് CCTV ഉള്ള സ്ഥലങ്ങളിൽ മുമ്പിൽ കൈകാര്യം ചെയ്തിട്ടില്ല. അതിനുശേഷം മേലേക്ക് കൊണ്ടുപോയിട്ട് തല്ലുമ്പോൾ ആള് ശശിധരൻ അന്നത്തെ GD ആളായിരുന്നു. CCTV അദ്ദേഹം പെട്ടിട്ടില്ല. CCTV പെട്ടിട്ടുണ്ട്. ആള് ജസ്റ്റ് തല്ലണത് പെട്ടിട്ടില്ല. ആള് വന്ന് നിൽക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മാല പിന്നെ കഴിച്ചയ്യാൻ സാധനങ്ങളൊക്കെ അഴിച്ചു മേടിക്കുന്നു, മാറ്റുന്നു. അതുപോലെ എന്നെ കൊണ്ടുപോകുന്നതും ആൾ തന്നെയാണ്, മേലേക്ക് കൊണ്ടുപോകുന്നതും. പിന്നെ അവിടെ ആരും, ആ സ്റ്റേഷനിൽ ആരും ഈ മർദ്ദനം വേണ്ട എന്നോ ഒഴിവാക്കണമെന്നോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല 5 പേരും നല്ല ആക്റ്റീവായിരുന്നു, തല്ലാൻ വേണ്ടി നല്ല ഉത്സാഹമുള്ള ആൾക്കാരായിരുന്നു. നല്ല രീതിയിൽ തല്ലിനായിരുന്നു. ആകെ 5 പേരെ ഉണ്ടായിരുന്നു. ഉത്സാഹം കൂടുതൽ കണ്ടത് സ്റ്റേഷന്റെ മേലെ കൊണ്ടുപോയിട്ടാണെന്ന് മാത്രം. അതെ. എന്നെ സംഭവ സ്ഥലത്തേക്ക് ആദ്യം വന്നത് ഈ SI നുഹ്മാനും പിന്നെ ഡ്രൈവറായിരുന്ന ഷുഹൈറും. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇവർ 3 പേര് അവിടെ ഉണ്ട്: സന്ദീപ്, ശശിധരൻ, സജീവൻ. ഈ ആ ദൃശ്യങ്ങളിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്, നീ ആരാടാ എന്ന് ചോദിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നീ ആരാടാ എന്ന് ചോദിച്ചാണോ പോലീസ് അടിച്ചത്? അതായി ആരുടെന്ന് ചോദിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്നും ഞങ്ങളുടെ കുന്നംകുളത്തെ ഒരു പൊസിഷൻ എങ്ങനെയാണെന്നുള്ളതും പാർട്ടിപരമായിട്ടുള്ള എല്ലാം അറിയണ ഒരാളാണ് ഈ സന്ദീപ് എന്നുള്ള സാറാണ് എന്നോട് തുടർച്ചയായിട്ട് ചോദിക്കുന്നത്. അപ്പൊ സന്ദീപിന് അറിയാമായിരുന്നു താങ്കൾ ഒരു പൊതുപ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാണ്. സന്ദീപിന് തീർച്ചയായിട്ടും അതെ. അവനും സന്ദീപിനും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഒരാളാണ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അപ്പോൾ ആ ബാക്കി CCTV ദൃശ്യങ്ങളിൽ കാണാം, ഇടയ്ക്ക് ഈ ആഭരണങ്ങളൊക്കെ ഊരി വാങ്ങിക്കുന്നുണ്ട്, അതിനുശേഷം പിന്നെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? മേലേക്ക് കൊണ്ടുപോകുന്നു. അതെ. ഈ മർദ്ദനമൊക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞ് പോലീസുകാരെന്തെങ്കിലും പറഞ്ഞോ? മർദ്ദനം കഴിഞ്ഞിട്ട് നേരെ സെല്ലിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഇവര് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഓരോരുത്തരും വന്നിട്ട് അങ്ങനെ ചോദ്യം ചെയ്യും, ഹരാസ് ചെയ്യും. അങ്ങനെ പിറ്റേന്ന്, അതായത് ഈ രാത്രി പുലർന്ന് പിറ്റേന്ന് വീണ്ടും പോലീസിന്റെ ഭാഗത്ത് ഹരാസ്മെന്റ് ഉണ്ടായി സ്റ്റേഷനകത്ത്? ഇല്ല. അത് വെറുതെ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിക്കുമല്ലോ, ആരാ പോലീസിനായിട്ട് തട്ടിക്കയറാൻ, അങ്ങനെയാണ് അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഹരാസ് ചെയ്യും, അത്ര മാത്രം. അല്ലാണ്ട് ദേഹദ്രവ്യം പിന്നെ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് സ്റ്റേറ്റിന് മുന്നിലേക്ക് നമ്മൾ അന്ന് 6-ാം തീയതി വൈകിട്ട് 5 മണിയോട് കൂടിയിട്ടൊക്കെ ആയിട്ടാണ് സ്റ്റേഷനിൽ പോണത്. മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോകണു. മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വൈകുന്നേരത്തോടെയാണ് അല്ലേ? വൈദ്യുതി പരിശോധന. അന്ന് 6-ാം തീയതി വൈകിട്ട്. അപ്പോൾ ഈ 5-ാം തീയതി രാത്രി പുലർന്നു, പിറ്റേന്നായി 6-ാം തീയതി സ്റ്റേഷനകത്ത് വെച്ച് മറ്റ് കയ്യേറ്റങ്ങളും മർദ്ദനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല. സെല്ലിൽ കയറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല. പിന്നീട് കൊണ്ടുപോകണുണ്ട്, റിമാൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണുണ്ടായത്. അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ നോക്കിയാൽ അതിൽ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അതിൽ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ആളുകളത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. എന്താ പറയുക, ഞാനൊരു ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ്, ശാന്തിയാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആയിട്ടുള്ളൊരു ഉത്തരവാദിത്തമുള്ള കാരണം ഞാനങ്ങനെ ചോദ്യം ചെയ്യാനൊരു കാരണം ഇടയായതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ചെവി ശരിക്കും നല്ല പെയിൻ ആയിരുന്നു, തല മൊത്തം നല്ല പെയിൻ, അതുപോലെ ദേഹം ശരീരം മൊത്തം നല്ല പെയിൻ ആയിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആള് എന്നെ ഇരുത്തി കൊണ്ടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒപ്പം എൻ്റെ വക്കീലുണ്ടായിരുന്നു. ഇല്ല. എന്നിട്ട് അന്ന് തന്നെ അപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് കാര്യം മനസ്സിലാക്കി മോചിപ്പിച്ചോ? അന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞത് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യാണ് ഉണ്ടായത്. അപ്പോഴൊക്കെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഈ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ചികിത്സയ്ക്കൊക്കെ ഞാൻ വിധേയനായിട്ടുള്ളത്. ആ സമയത്ത് പിന്നെ 7-ാം തീയതി രാവിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പറഞ്ഞു ചെവിക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് അല്ല ഉള്ളത് പോലീസിൻ്റെ കയ്യിലാണ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല.
അപ്പോൾ ചെവി നല്ല പെയ്യുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അന്ന് കുന്നോളം മലങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിറ്റേ ദിവസമാണ് ഒരു ദുഃഖവെള്ളിയായിരുന്നു തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ഡോക്ടർ ഉണ്ടായിരുന്നില്ല 7-ാം തീയതി. പിന്നെ പിറ്റേ ദിവസം 8-ാം തീയതിയാണ് ENT ഡോക്ടറിനെ കണ്ടിട്ട് കാണിച്ചത്. അന്നാണ് ചെവിയുടെ ഡ്രമ്മ് പൊട്ടിയിട്ടുണ്ട്, 4 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞു. പിന്നെ 20 ദിവസത്തെ മരുന്ന്, പിന്നെ 2 മാസം കറക്റ്റായിട്ട് മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പോഴും ചെറിയൊരു വ്യക്തത കുറവുണ്ട് എന്ന് പറയാം. ഓക്കെ. കേൾവിയുടെ പ്രശ്നം. എത്ര ദിവസം മൊത്തം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്ര ദിവസം വേണ്ടി വന്നു? 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ഒരു 2 മാസത്തോളം മരുന്ന് കണ്ടിന്യൂ ചെയ്തു. അത് 1.5% ചെവിക്ക് കേൾവി ശക്തി കുറവുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മെച്ചപ്പെട്ട് വരുന്നുണ്ടോ? ഈ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? മെച്ചപ്പെട്ട് വരുന്നു, മാറ്റമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങനെ അല്ലാന്ന് പറയാം. ഇപ്പൊ എന്തായാലും 2 വർഷം കഴിഞ്ഞല്ലോ, വേഗം പൂർണ്ണമായും ആരോഗ്യനില വീണ്ടെടുക്കട്ടെ എന്ന് വിചാരിക്കാം. ഇതിനുശേഷം 2.5 വർഷമായി ഈ സംഭവത്തിന് ശേഷം അവിടെ ഒരു പരിശോധന ഒക്കെ നടന്നു. പോലീസ് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു. ആ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പോലീസുകാർ ആരെങ്കിലും ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന ആ മട്ടിൽ എവിടെന്നെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? പിന്നെ ആരെങ്കിലും വന്നോ? ഉണ്ടായിരുന്നു, പല രീതിയിലും ഉണ്ടായിരുന്നു. പല രീതിയിലും നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കോംപ്രമൈസിൻ്റെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരി സെറ്റിൽമെൻ്റ് ആവുമോ എന്താവുമോ എന്നുള്ളത്. കുന്നംകുളത്തെ പ്രമുഖ ആൾക്കാരാണ് അതിനൊക്കെ പോലീസിൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടി തയ്യാറായിട്ട് മുൻകൈ എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. നമ്മൾ സെറ്റിൽമെൻറ്റ് തയ്യാറാവില്ല തന്നെയായിരുന്നു നമ്മുടെ അപ്പോഴത്തെ നിലപാട്, ഇപ്പോഴത്തെ നിലപാട്. അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിരോധം ഇനിയും തീർക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, കോംപ്രമൈസിന് വേണ്ടി ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിരുന്നോ? പ്രഷർ ഉണ്ടായിരുന്നോ കോംപ്രമൈസിന് വേണ്ടി? ശ്രമിച്ചിട്ടുണ്ട്, അതുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ ദൃശ്യം പുറത്തെത്തിയതാണ് പോലീസിന് ഇത്രയും വലിയ ഡാമേജിങ് ആയത്. ദൃശ്യം തരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി? താങ്കൾ ഈ ദൃശ്യം ഒന്ന് കിട്ടാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടി? അതെ, ദൃശ്യം കിട്ടാന്ന് വെച്ചാൽ തുടക്കത്തിലെ, അതായത് നമുക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു ഇവരത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തി കളയുമോ എന്നുള്ളത്. അത് കാരണം നമ്മൾ അന്നത്തെ ACP അല്ല അഡീഷണൽ SP നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താവും, ചിലപ്പോൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവ്. അപ്പോൾ അന്നത്തെ കേസ് അന്വേഷിച്ചിരുന്ന ACP സേതു സാറുണ്ട്, ആളുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കറക്റ്റായിട്ട് ഇന്ന ആള് ഇന്ന പോലെ മർദ്ദിക്കുന്നതും അതുപോലെ ലാത്തി കൊണ്ടുപോകുന്നതും ഒക്കെ ആളുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് നമുക്ക് വ്യക്തമായിരുന്നു. അത് തന്നെ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു. ആ വീഡിയോ നമുക്ക് കിട്ടണം എന്നുള്ളൊരു അപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, അത് ഇപ്പോഴാണ് അത് ശരിയായതെന്നാണ് കിട്ടിയത്. പലതവണ നമുക്ക് കിട്ടില്ല എന്നുള്ള ലെവലിലായിരുന്നു ആദ്യത്തെ അവരൊക്കെ ഒരു CI, അന്നത്തെ CI ഷാജഹാൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തുടരെ നമ്മൾ വിവരാശം വയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് കിട്ടില്ല എന്നുള്ള ലെവലിലുള്ള തീരുമാനം. കാരണം അതായത് അത് നശിച്ചു പോയി, അത് സ്റ്റേറ്റ് മൊത്തം സ്റ്റേഷനിലത്തെ വീഡിയോ CCTV ദൃശ്യങ്ങൾ റിമൂവ് ചെയ്തു പോയി, ഇനി റിസ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഇത് IT സെൽ വിഭാഗത്തിനെ കൈമാറിയത് കൊണ്ട് മാത്രം അത് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നില്ല. അതെ, അല്ല അത് അതിൽ നിർണായക തെളിവാവുകയും ചെയ്തു. ഇപ്പോൾ ഈ ACPയുടെ റിപ്പോർട്ടിന് ശേഷവും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ കുന്നംകുളത്ത് നിന്ന് വിയ്യൂരിലേക്കും മണ്ണുത്തിയിലേക്കും ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒക്കെയാണ്. സുജിത്ത് ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്ന നടപടി എന്താണ്? അതെ, ഞാൻ ആവശ്യപ്പെടുന്ന നിർബന്ധമെന്ന് വെച്ചാൽ ഇവർ 5 പേര് എന്നെ തള്ളിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ 5 പേരും അതിലൊരാൾ ഇപ്പോൾ ഏതൊരു പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലാണ് ഡ്യൂട്ടി സർക്കാർ ജീവനക്കാരനായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ 5 പേർക്കും സർക്കാരിൻ്റെ ജീവനക്കാരായിട്ട് തുടരാൻ പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം. അതുപോലെ കുന്നോളം സ്റ്റേഷനിൽ ഇനിയെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറ വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല കേസുകളും ഇതിന് ശേഷം അടിയിൽ നല്ല സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ പോയിട്ട് നല്ല ഇടിയും നല്ല കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു നിയമ പോരാട്ടം ആവശ്യം വരും. ഇതുവരെ എടുത്തിരിക്കുന്ന നടപടി എന്നുള്ളത് വളരെ ലഘുവായ നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതായത് സ്ഥലം മാറ്റം കേവല സ്ഥലം മാറ്റമാണ്, പിന്നെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തെന്നുള്ളതാണ്. അതൊക്കെ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരുടെ യൂണിഫോം അഴിച്ചു വെപ്പിക്കുന്നത് വരെ പോരാട്ടം തുടരും എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലാണോ ഇപ്പോൾ VS സുജിത്ത് ഉള്ളത്? തുടരും. അതെ അതെ, തീർച്ചയായിട്ടും. എന്ത് തന്നെയായാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറില്ല, അത് ഷുവറാണ്. ഇപ്പോൾ ഇതിനോടകം അക്കാര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു? താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ ആ വിഷയത്തിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇന്നും കൂടി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ചുണ്ടായിരുന്നു, ഇവിടെ കുന്നോളം സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ടായിരുന്നു. പിന്നെ ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ ആയിട്ടുള്ള മണ്ഡലം കമ്മിറ്റിയിലത്തെ വർഗീസ് ചോവനൂർ എന്നുള്ള ഞങ്ങളുടെ നേതാവാണ്. ആളാണ് ഇതിന് മെയിനായിട്ടുള്ള നേതൃത്വം. അത് ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളതും ശക്തി പ്രവർത്തകർക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. ആളുടെ അടുത്താണ് പല സെറ്റിൽമെൻറ്റും ഓരോരുത്തർ ഒന്ന് സെറ്റിൽമെൻറ്റൊക്കെ സംസാരിച്ചത് വർഗീസേട്ടൻ്റെ അടുത്ത്. വർഗീസേട്ടൻ നിലപാടിന്ന് പിന്നോട്ട് പോവില്ല. ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും ഇതിൻ്റെ ഒരു വിജയം. യെസ്, അതാണ് തുടരണം. സുജിത്ത്, ഇവിടെ ഷിമിൽ സോയ വളരെ ഹൃദയഭേദകമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ. പക്ഷെ 2 വർഷക്കാലം ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെയും ഈ ഉദ്യോഗസ്ഥർ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഒഫൻസ് ഒരു സ്റ്റേഷൻ അകത്ത് വെച്ച് നടന്നിട്ട് പോലും ഗൗരവതരമായ നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ താങ്കളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനാണ്, അവിടുത്തെ കുന്നംകുളത്തെ മണ്ഡലം ഭാരവാഹിയാണ്, എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും ആ പോലീസുകാർ കാക്കിയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വലിയ അത്ഭുതമായി തോന്നുന്നത്. അല്ല, ഇത്തരത്തിൽ ഇപ്പം നേരത്തെ ഈ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും നിരവധി തവണ ഇപ്പം സുജിത്ത് നടത്തിയ പ്രിയപ്പെട്ട വർഗീസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ വലിയൊരു പോരാട്ടമാണിത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. സുജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ കുന്നംകുളം സ്റ്റേഷനിൽ മാത്രമല്ല CCTV വെക്കേണ്ടത്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിലുള്ള ഇടിമുറികളും CCTV ഇല്ലാത്ത ഇടങ്ങളും ഒരുപാട് ശുചിത്വമാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും പലരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഇവിടെ തീർച്ചയായിട്ടും സുജിത്തിനെ പോലെയുള്ള ഒരാൾ വളരെ കൃത്യമായിട്ടുള്ള പോരാട്ടം നടത്തി പ്രിയപ്പെട്ട വർഗീസേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശക്തമായി അതിൻ്റെ പിന്നിൽ നിന്നും നേരത്തെ സുജിത്ത് പറഞ്ഞ പോലെ ഒരുപാട് എനിക്കിത് വളരെ വ്യക്തിപരമായി നമുക്ക് ഇപ്പം നേരത്തെ ഒരാൾ ചോദിച്ചല്ലോ, ഇടതുപക്ഷ സഹയാത്രികൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതിനെ രാഷ്ട്രീയമായി എടുക്കുന്നത്? ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ട് എടുക്കും. എനിക്ക് വർഷങ്ങളായി അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് തുല്യനായിട്ടുള്ള ഒരാളാണ് സുജിത്ത്. സുജിത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ, നിങ്ങളുടെ സഹോദരൻ്റെ ചെവിയുടെ കർണവടം ഒരു കാരണവും ഇല്ലാതെ ഒരു പോലീസ് അല്ലെങ്കിൽ പോലീസുകാർ അടിച്ചു തകർക്കുകയും അവന് കേൾവി ശക്തി കുറവുണ്ടാവുകയും ചെയ്തു നോക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായും വൈകാരികമായും എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് അതീവ വൈകാരികമായും രാഷ്ട്രീയമായി തന്നെ അതിന് മറുപടി കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ കൂടി നിശ്ചയദാർഢ്യമാണ്. അപ്പോൾ അത് തീർച്ചയായും അതിനെ രാഷ്ട്രീയമായി തന്നെ എടുക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് അവിടുത്തെ പോലീസുകാർ. അതറിയാത്ത ആളുകളല്ല. അതറിഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയും അതറിഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയും കർണപടം അടിച്ചു പൊട്ടിക്കുകയും ഒരാളുടെ കേൾവി ശക്തി എന്ന് പറയുന്നത് ജീവിതകാലത്തേക്ക് വേണ്ട ഒന്നാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഗവൺമെന്റ് ഇതിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. സുജിത്തിനെ പോലെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അത് തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട കാര്യമാണിത്. അപ്പോൾ അത്തരത്തിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇവരുടെ കാക്കി യൂണിഫോം ഇട്ട് ഒരു മിനിറ്റ് പോലും തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തവും ധാർമ്മികമായിട്ടുള്ള ബോധവും ഇല്ലാത്ത ആളുകളാണ് ആ സേനയിൽ ഇരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ പണിഷ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 2 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും അവർ യഥേഷ്ടം തുടരുകയാണ്. ഈ സെറ്റിൽമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലതരത്തിൽ പണം ഉൾപ്പെടെ സെറ്റിൽമെന്റിന് വിധേയമാക്കാനുള്ള, പണം നൽകിക്കൊണ്ട് പോലും സെറ്റിൽമെന്റിന് തയ്യാറായിട്ടുള്ള പല ചർച്ചകളും നടത്താൻ അവർ മുൻകൈയെടുത്തിരുന്നു. ഇത് വളരെ കൃത്യമായി തന്നെ നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ ഇത് പുറത്തു വന്നേ മതിയാകൂ, ഇത് വെളിച്ചത്ത് വന്നേ മതിയാകൂ എന്നുള്ള കൃത്യമായ പോരാട്ടം കൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത്. CCTVയുടെ ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ നിരവധി തവണ അത് നഷ്ടപ്പെട്ടു പോയെന്നും അതിന് ലഭ്യമാക്കാൻ കഴിയില്ലെന്നും പലയിടങ്ങളിലും പല കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ CCTV നമ്മൾ വെച്ചിരിക്കുന്നത് പലപ്പോഴും പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടൊക്കെ CCTVയുടെ ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കേരളത്തിലെ പല ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കും കൊടുത്തിട്ടുള്ള വിവരാവകാശത്തിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ 99% ഇത് CCTV ദൃശ്യങ്ങൾ കൊടുക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട്
പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ സമയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ പലതരത്തിൽ അത് ഇല്ലാതാക്കുന്ന സംവിധാനങ്ങളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമായി തന്നെ ഇതിനെ എടുക്കുകയും രൂക്ഷമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പോരാട്ടം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു ജനമൈത്രി പോലീസാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിക്കണം. എന്താണ് ആ പേരുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത്? എന്ത് ജനമൈത്രിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്? ഞാനും അഭിലാഷും ഉൾപ്പെടെ നമ്മളൊക്കെ നികുതി അടയ്ക്കുന്ന പണം കൊണ്ടാണ് ഈ നരാധവന്മാർ ജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ എന്റെയും നിങ്ങളുടെയും നികുതി പണം ഇത്തരത്തിൽ ക്രിമിനലുകളായിട്ടുള്ള ആളുകൾക്ക് പിന്നെ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി കൊടുക്കാനുള്ള യാതൊരു സാഹചര്യവും നമ്മൾ മുന്നോട്ട് വെക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് കൃത്യമായും, കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യരെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയല അഴിക്കുള്ളിലാണ് ക്രിമിനലുകൾ എന്ന് പറയും. അപ്പൊ അഴിക്കുള്ളിലല്ല, അഴിക്ക് പുറത്ത് നിന്ന് ഇത്തരത്തിൽ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന ഒരു അരാജക കൂട്ടമായി കേരളത്തിന്റെ പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, അത് ഗൗരവമുള്ള പ്രശ്നമാണ്. കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെയാണ്, കാക്കിയിട്ട ക്രിമിനലുകളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ സുജിത്ത്, ഇപ്പോൾ താങ്കൾ 5 പോലീസുകാരുടെ പേര് പറഞ്ഞു. ഞങ്ങൾ ആ 5 പോലീസുകാരുടെ പടം കാണിക്കുന്നുണ്ട്. കൃത്യമായി ക്രിമിനലുകൾ എന്ന വിശേഷണത്തിന് അർഹരായിട്ടുള്ള ആളുകളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. നിരപരാധിയായ ഒരാളെ പിടിച്ചോണ്ട് പോവുക, എന്നിട്ട് അതിഭീകരമായി ഭേദ്യം ചെയ്യുക, ഇല്ലാത്തൊരു കേസ് അയാളിൽ കെട്ടിവെക്കുക, ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളതല്ല പോലീസ് സേന. ഇപ്പൊ താങ്കൾക്ക് വ്യക്തിപരമായി താങ്കൾക്ക് മർദ്ദനമേറ്റു, ആ മർദ്ദനമേറ്റതിന്റെ വേദനയും കഷ്ടപ്പാടും ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിലെ പോലീസ് ഇങ്ങനെ ആയിക്കൂടാ എന്ന നിലയിൽ ഇങ്ങനെ ക്രിമിനലിസം കൊടികുത്തി വാഴുന്ന ഒരു സംവിധാനം ആവരുത്. ലോ ആൻഡ് ഓർഡറിന്റെ സംരക്ഷകരാണ് പോലീസ് എന്ന അർത്ഥത്തിലുള്ള ശുദ്ധീകരണത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു മൂവ്മെന്റായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ ഇനിയിപ്പോ താങ്കളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്? ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ, വിവരാവകാശ നിയമം അനുസരിച്ചൊരു പോരാട്ടം നടത്തുക വഴി CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള തുടർ നിയമ നടപടികൾ താങ്കൾ എന്തൊക്കെയാണ് ആലോചിക്കുന്നത് ഈ പോലീസുകാർക്കെതിരെ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവർ തുടരാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു തീരുമാനം. പാർട്ടി തീരുമാനം അല്ല, സ്റ്റാൻഡായിട്ട് എടുത്തിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ അങ്ങനെ നേരിടാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ കാലത്ത് ഈ ഇപ്പോൾ സുജിത്തിന് വലിയ മർദ്ദനമേറ്റു, അതേ തുടർന്ന് നിങ്ങളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും സമരമോ പ്രക്ഷോഭമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് നിങ്ങൾ ആ നിലയ്ക്ക് കൂടി ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് കുന്നോളത്ത് സ്റ്റേഷൻ ഉപരോധം നടന്നിട്ടുണ്ട് വൈകിട്ട് 6 മണിക്ക്. അതുപോലെ മുന്നേ ഞങ്ങൾ അവനെ ഇത് നടന്ന സമയത്ത് ഞാൻ മലങ്കര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അനിലക്കര, അതുപോലെ ജോസ് വള്ളൂർ, അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂർ, അതുപോലെ ജില്ലാ പ്രസിഡന്റ് OJ ജനീഷേട്ടൻ ഉൾപ്പെടെ അന്നത്തെ ഞങ്ങളുടെ അസംബ്ലി പ്രസിഡന്റായിരുന്ന എൻ്റെ മണ്ഡലത്തിലും കൂടി ഉള്ള AM നിതീഷ് ചേട്ടൻ്റെ ഒരു സ്ഥാനമാണ്. ആൾ ഉൾപ്പെടെ എല്ലാവരും നല്ല ദൃഢമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അന്നും ഇന്നും. അതായത് അവരെ ഒരു കാരണവശാലും അവനായിട്ടുള്ള യാതൊരു സെറ്റിൽമെന്റ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെ. തീർച്ചയായിട്ടും ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് മുമ്പും ഇതുപോലെയുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ടോ സുജിത്ത്? പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല, ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നോ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഈ പോലീസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്? അതെ, തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ അറിയാം. പിന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോഴും 2nd ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യലിൻ്റെ വിധേയരാവുന്ന എല്ലാവരെയും നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ടെന്നുള്ളത് അതിപ്പോഴും തുടരുകയാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതും കൂടിയിട്ട്, അതായത് ചോദ്യം ചെയ്യുന്ന സ്ഥലത്തും കൂടി CCTV ക്യാമറ ഉൾപ്പെടുത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, ഈ 2nd ഫ്ലോർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിമുറിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും ഇടിമുറി തന്നെയാണെന്ന് വിശേഷിപ്പിക്കാം. സുജിത്തിനൊരു അനുഭവം ഉണ്ടായി, മറ്റാർക്കെങ്കിലും ഇപ്പോൾ ഈ അനുഭവം ഉണ്ടായതിനു ശേഷം മറ്റാർക്കെങ്കിലും അനുഭവം ഉണ്ടായതായി അവർ വന്ന് പറയുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ അറിയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതേ പോലീസുകാർ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ക്രിമിനൽ സംഭവങ്ങൾ, ഇതുപോലെയുള്ള സംഭവങ്ങളുണ്ടോ? ഉണ്ടായത് കാരണമാണ് ഞാൻ പറയാൻ കാരണം. അത് ആർക്കാണ് എന്താണെന്ന് നമ്മൾ പറയാൻ വയ്ക്കുന്നില്ല. അതിപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ കൃത്യമായിട്ട് പറയാൻ കാരണം. ഇല്ലാത്ത കാര്യം നമ്മൾ പറയേണ്ടതായിട്ടുള്ളതില്ല. ഇപ്പോൾ അടുത്തും കൂടി ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറയാൻ കാരണം. മുമ്പുണ്ടായിട്ടുണ്ട്. അല്ല, അന്ന് എന്തെങ്കിലും പരാതികളോ ഇത് എന്തെങ്കിലും നടപടികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അറിയാമോ?
അത് അവർ ശരിക്കും ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവില്ലായിരിക്കാം. അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. നമ്മളെ പോലെ അവർ ഇടപെട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതാവും അല്ല എല്ലാവർക്കും എന്നുള്ള അവർ നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. സാധിച്ചുകൂടാൻ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ട് കാര്യം. അതെ എല്ലാവർക്കും ഇതുപോലെ പോരാടാൻ കഴിയണമെന്നില്ല എന്ന് മാത്രമല്ല, മർദ്ദനമേറ്റ അവശരായ ആളുകൾ ഇനി ഒരു തല്ല് കിട്ടാതിരിക്കാൻ ഇനി കേസിനും വഴക്കിനും ഒന്നും വയ്യ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നിസ്സഹായരായ നിരപരാധികളായ എത്രയോ മനുഷ്യരുണ്ട് ഇതുപോലെ വെറുതെ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച് ഈ കോലത്തിലാക്കുക എന്നുള്ളത് ഒക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ സുജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹി ആയത് കാരണം ഒരു നിയമ പോരാട്ടമൊക്കെ നടത്തി CCTV ദൃശ്യങ്ങളൊക്കെ വാങ്ങിച്ചു. റോഡിൽ വെറുതെ നിന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിടിച്ചോണ്ട് പോവുക, കൂട്ടം കൂടി നിന്നു എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോവുക, ഇതുപോലെ ഭേദ്യം ചെയ്യുക, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ സ്റ്റേഷനിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവാം. ജനങ്ങളോടുള്ള സമീപനം ഇതാണല്ലോ. തീർച്ചയായിട്ടും അതെ അതെ അതെ. ജനമൈത്രി എന്നൊക്കെ പറയണതാ. ജനമൈത്രി എന്നല്ല ഇത് ഒരു ഗുണ്ടായിസം. അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു അവരെ നല്ല രീതിയിൽ അടിച്ച് അമർത്താന്നുള്ളൊരു ചിന്താഗതിയാണ്. പിന്നെ ഇതിൻ്റെ ശേഷം എൻ്റെ കേസ് നടന്നതിന് ശേഷം എന്നെ റൗഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരന്തരമായിട്ട് 2 മാസം കൂടുമ്പോൾ വീട്ടിലേക്ക് വരും, വീഡിയോ കൊടുക്കും, ഫോട്ടോ കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സമയത്ത് 12 മണിക്ക് ശേഷം അവർ വിളിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതും പരാതിയായിട്ട് അതും പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ. അത് ശരി, പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെയുള്ള സമീപനം ഉണ്ടല്ലേ. നമ്മളെ ഉണ്ട് തീർച്ചയായിട്ടും. നമ്മളെ ഏത് രീതിയിലൊക്കെ അവരെ എന്തൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതോ അതിനനുസരിച്ച് നമ്മളും ഓരോ പുതിയൊരു നിലപാടെടുത്തിട്ട് നമ്മൾ മുന്നോട്ട് ഓരോ ഘട്ടമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അല്ല ഈ ന്യൂമാനും സന്ദീപും ഒക്കെ ഈ ന്യൂമാനും സന്ദീപും ഒക്കെ ആ കുന്നംകുളം സ്റ്റേഷനിൽ നിന്ന് മാറിയതിന് ശേഷവും അവിടുത്തെ ഇപ്പോഴത്തെ പോലീസുകാര് ബുദ്ധിമുട്ടിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. ഇങ്ങനെ ഈ പറഞ്ഞ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞ് രാത്രി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പേടിപ്പിച്ച് നിർത്തണം എന്നുള്ളൊരു താല്പര്യമാണ് പോലീസുകാർ വർഗസ്നേഹം കാണിക്കുന്നതായിരിക്കും. അതെ അതെ അതെ. പലപ്പോഴും ഞാൻ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന സമയത്തും എൻ്റെ അടുത്ത് കാപ്പ അടിച്ച് എന്നെ പുറത്തേക്കാക്കും, നിൻ്റെ പേരിൽ കേസുകൾ ഇനിയും ഞങ്ങൾ ആഡ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭീഷണികൾ. അന്നത്തെ ഒരു ASI ആയിരുന്നു, ആളുടെ പേര് എനിക്ക് വ്യക്തമല്ല. അതെ അതെ ഷക്കീർ അങ്ങനെ ഒരു ASI ഉണ്ടായിരുന്നു അവിടെ. ഒരു ASI ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ ഭീഷണികളുണ്ടായിരുന്നു. ഞാൻ ഈ ജോലി ചെയ്ത് ശാന്തി ജോലി ചെയ്ത് ഞാൻ ജീവിക്കില്ല, അതല്ല വെച്ചാൽ നിന്നെ നിരന്തരമായിട്ട് ഞങ്ങൾ ക്രിമിനലായിട്ട് തന്നെ നാട്ടിൽ എന്താ പറയുക തരം താഴ്ത്തിയും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാപ്പ ചുമത്തി പുറത്ത് നാട് കടത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതവണ. അത് ഞാൻ ആ സെല്ലിൽ കിടന്നിരുന്ന സമയത്ത് അതായത് 5-ാം തീയതി 6-ാം തീയതി ഉണ്ടാവുന്നു. 6-ാം തീയതി ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ആളിങ്ങനെ വന്നിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു. അത് പേര് നല്ല വ്യക്തമാവണില്ല. ASI ആയിരുന്നു അന്നത്തെ ഒരു. ഇതാണ് കേരളത്തിലൊരു ചെറുപ്പക്കാരന് നേറ്റ അനുഭവം. അയാൾ വലിയ നീതി നിഷേധം നേരിട്ടു. ആ നീതി നിഷേധം നേരിട്ട് അയാൾ നിയമ പോരാട്ടത്തിന് പോകാതിരിക്കാൻ നിന്നെ ക്രിമിനലായ മുദ്ര കുത്തും, കാപ്പ ചുമത്തി ഈ വെളിയിലാക്കും, ശാന്തിപ്പണി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെയൊക്കെ പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് താങ്കൾക്ക് ഓക്കെ മടങ്ങാം, മറ്റ് മാധ്യമങ്ങളിലും സംസാരിക്കാനുണ്ടല്ലോ ശ്രീ സുജിത്ത്. ശ്രീ ബൽദേവ് ദാ, ഇപ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ലോ ആൻഡ് ഓർഡറും നീതിന്യായ സംവിധാനവും പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു തുറന്ന പറച്ചിലാണ് ഈ ചെറുപ്പക്കാരൻ നടത്തിയത്. അയാൾക്ക് നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് എങ്കിൽ പിന്നെ ഇവിടെ നിയമവാഴ്ച ഉണ്ട് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ ഒരു കുറ്റവും ചെയ്യാതെ അതിക്രമം ഏറ്റുവാങ്ങി അയാളുടെ കർണപടം പൊട്ടി ചികിത്സയിലായി ഇല്ലാത്ത കുറ്റം ചുമത്തി, ഇതൊക്കെ പോരാഞ്ഞിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല, പണിയെടുത്ത് ജീവിക്കാൻ നിന്നെ സമ്മതിക്കില്ല, നിന്നെ കാപ്പ ചുമത്തി ഇവിടുന്ന് ഓടിക്കും എന്ന് പറയുന്ന സംവിധാനമായി കേരളത്തിലെ പോലീസ് മാറിയെങ്കിൽ അങ്ങനത്തെ ഒരു പോലീസാണോ ഇവിടെ ആവശ്യം? തീർച്ചയായിട്ടും അല്ല. ഒരു കാരണവശാലും അങ്ങനെ ഒരു നിയമവ്യവസ്ഥയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, വളരെ വർഷങ്ങളായിട്ട് തന്നെ ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില സൊസൈറ്റികളോ അല്ലെങ്കിൽ ചില സംഘടനകളോ നടത്തിയ നിയമപരമായ പോരാട്ടങ്ങളാണ് നമ്മൾക്കൊക്കെ ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനീതിക്കെതിരെ നമ്മൾ ശക്തമായിട്ട് തന്നെ പോരാടണം. അതിനൊന്നും നമ്മൾ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പക്ഷേ സുജിത്ത് കേസ് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ മാത്രം മതി പോലീസിന് സ്വമേധയാ കേസെടുത്ത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാം, ഇവരെ സസ്പെൻഡ് ചെയ്യാം. ക്രിമിനൽ കേസ് ഇതൊരു നോൺ ബെയിലുള്ള ഒഫൻസാണ്. ആ നോൺ ബെയിലുള്ള ഇവരെ കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്യാം. അതിലൊക്കെ ഉപരിയായിട്ട് ഇവരെ സർവീസിൽ നിന്ന് പുറത്തിരുത്തുക മാത്രമല്ല, ഇവരെ ഒരു തർക്കവുമില്ല, ഈ ദൃശ്യം മാത്രം കോടതിയിൽ ഹാജരാക്കിയാൽ
സുജിത്ത് ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനൊന്നും നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യം പറയുന്നത് ഇപ്പോൾ പറയുന്ന ഒന്ന് തന്നെയാണ്. ഭരണകക്ഷി മാത്രമല്ല, അത് നമ്മൾ പരിപൂർണമായിട്ട് ഭരണകക്ഷി നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലീസിനെ കടിഞ്ഞാണിടാനുള്ള അധികാരം ഭരണകക്ഷിക്കില്ല എന്നൊരു ചോദ്യം മറുവശത്തുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇത് പലപ്പോഴും നേതൃത്വമോ മറ്റ് പാർട്ടിക്കാരോ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും അവരൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. താഴേക്കടലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്യും. ഇതുപോലുള്ള നിരപരാധികൾ ക്രൂശിക്കപ്പെടും. അവർ പിന്നെ ആ തെറ്റുകൾ സംരക്ഷിക്കപ്പെടുന്നതും ആത്മവീര്യമായി പ്രഘോഷിക്കപ്പെടുന്നതും ആ തെറ്റുകൾ ചെയ്യുന്നവർക്ക് താമ്രപത്രം കിട്ടുന്നതും തീർച്ചയായും ഇത് രാഷ്ട്രീയമായ കുറ്റകൃത്യം കൂടിയാണ്. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഇപ്പോൾ ആ ലോക്കപ്പിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, ഒന്ന് എന്തുകൊണ്ടാണ് CCTV വേണമെന്ന് നിർദ്ദേശമുണ്ട്, CCTV വെച്ചിട്ടുണ്ട്. അപ്പോൾ CCTVയുടെ മുമ്പിലിട്ട് ഇങ്ങനെ അടിക്കാന്നാലും പോലീസിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ അവർക്ക് പേടിയില്ല. CCTV ആരെങ്കിലും നോക്കി കണ്ടുപിടിക്കപ്പെടുമോ എന്ന ഒരു ആശങ്ക പോലുമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, CCTV ഇല്ലാത്ത ഏരിയ ഉണ്ട്, അവിടെ ഇടിമുറികളുണ്ട്. അപ്പോൾ ലോക്കപ്പിലല്ലാതെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇടിച്ച് പിന്നെ സെല്ലിൽ കൊണ്ട് ഇടുന്ന ഏർപ്പാടുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണല്ലോ. അപ്പോൾ ഇത് കേവലം ഒരാൾക്ക് സംഭവിച്ച വിഷയം എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനെയാണോ പോലീസ് സ്റ്റേഷനുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന ഒരു ഓഡിറ്റ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതേമാതിരിയുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ, അക്രമ സ്വഭാവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് മേലുദ്യോഗസ്ഥന്മാർ ഇടപെട്ട് പരിഹാരം കാണേണ്ടതാണ്. ഇതിനിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുള്ള പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഇതുപോലുള്ള പോലീസ് എക്സസസ് ഉണ്ടെങ്കിൽ ആ വിവരം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രാഥമിക ഡ്യൂട്ടിപ്പെട്ടതാണ്. അവരിത് റിപ്പോർട്ട് ചെയ്യാതിരിക്കും. കാരണം ഇതൊക്കെ മുഴുവൻ ഒരു കോക്കസാണ്. പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതൊക്കെ ഇപ്പം SHO എന്ന് പറയുന്ന വ്യക്തിയൊന്നും ആയിരിക്കില്ലല്ലോ, അല്ലല്ലോ, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ പോയി. പഴയ ആ സംവിധാനങ്ങളൊക്കെ ഹയറാർക്കി, അതായത് മേൽക്കീഴ് ബന്ധങ്ങളും ഹയറാർക്ക്, അതായത് സൗഹൃദ ബന്ധങ്ങളൊക്കെ പോയി. ഇപ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങളുടെ അഭിരമിക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രവൃത്തി പല പോലീസ് സ്റ്റേഷനുകളിലും ക്രമസമാധാന പാലനത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ വരുത്തി തീർക്കുന്നുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരസ്യമായിട്ട് സമ്മതിക്കില്ല, രഹസ്യമായിട്ട് ആര് ചോദിച്ചാലും ഇവർ സമ്മതിക്കും, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് സാധിക്കില്ല എന്ന് ആത്മാർത്ഥമായി ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിന് വലിയൊരു പുരോഗതിയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മേലുദ്യോഗസ്ഥന്മാർക്ക് പോലും അവരുടെ കൈയല്ല ചിറക് വെട്ടിയിരിക്കുന്നു, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സംഭവം. അതുകൊണ്ട് ഇത് ആവർത്തിക്കപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ദൗർഭാഗ്യകരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അങ്ങയുടെ കീഴിലുള്ള ഈ അക്രമകാരികളായ പോലീസുകാർ സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത്, സമൂഹത്തിനൊരു ഭീഷണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ യൂണിഫോം ഊരി വെപ്പിക്കാൻ ഒരു ആർജവം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.